أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. صدق الله مولانا العلي العظيم. ഏറെ പുണ്യമായ വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധമാക്കപ്പെട്ട ജുമാക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒത്തുകൂടിയ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മയും ബന്ധപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് നാമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റവും റഹ്മാനായ തമ്പുരാൻ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. രോഗികളായ ആളുകൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന്, ഈ മഹലിൽ നിന്നൊക്കെ മൺമറഞ്ഞു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മയും ഒക്കെ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തുകൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ലോക ചരിത്രം പഠിക്കുമ്പോൾ ധിക്കാരികളായി, അഹങ്കാരികളായി, അക്രമകാരികളായി കടന്നു വന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു പരാജയപ്പെടുത്തിയ ചരിത്രങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അഹങ്കാരം വരാനുള്ള വഴി സമ്പത്ത് കൊണ്ട് അഹങ്കാരം ഉണ്ടാവും, തറവാട് കൊണ്ട് അഹങ്കാരം, അധികാരം കൊണ്ട് അഹങ്കാരങ്ങൾ, അങ്ങനെ പല രീതിയിലും അഹങ്കാരം മനുഷ്യരിലേക്ക് വരും. അങ്ങനെ അഹങ്കാരം കൊണ്ട് ധിക്കാരികളായി, അക്രമകാരികളായി വന്നവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാഠം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെയും ഹദീസിലൂടെയും ചരിത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. വലിയ ധിക്കാരിയായി, അഹങ്കാരിയായി വന്ന ആളാണ് ഖാറൂൻ എന്ന് പറയുന്നത്. ഖാറൂൻ എന്നവർ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗറാത്ത് പാരായണം ചെയ്തിരുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു. നമ്മളൊക്കെ പരിശുദ്ധ ഖുർആൻ ഓതുന്നത് പോലെ ഖാറൂൻ തൗറാത്ത് പാരായണം ചെയ്തിരുന്ന നല്ലൊരു മനുഷ്യൻ. പിന്നീട് അദ്ദേഹം അഹങ്കാരിയായത്, ധിക്കാരിയായത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് സമ്പത്ത് മെല്ലെ മെല്ലെ കടന്നു വന്നു. സമ്പത്ത് മെല്ലെ മെല്ലെ കടന്നു വന്നപ്പോൾ അദ്ദേഹം ധിക്കാരിയായി, അഹങ്കാരിയായി. അദ്ദേഹത്തിന്റെ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വെല്ലുവിളിച്ചു, ധിക്കരിച്ചു, മൂസാ നബിക്ക് എതിർ പ്രവർത്തിച്ചു. കാരണം എന്തുണ്ടായി? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സമ്പത്ത് വന്നപ്പോൾ അദ്ദേഹം അഹങ്കാരിയായി മാറി. അദ്ദേഹത്തിന്റെ സമ്പത്ത് സൂക്ഷിച്ചു വെച്ച ഖജനാവിന്റെ താക്കോലുകൾ നല്ല ആരോഗ്യമുള്ള 40 പേരൊക്കെ കൂടി പൊന്തിക്കുമായിരുന്നു, എടുത്ത് വെക്കേണ്ട, ചുമക്കണമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അത്രയും വലിയ സമ്പത്തിന്റെ ഉടമയായി
ഖാറൂൻ എന്ന് പറയുന്ന അഹങ്കാരിയായി ധിക്കാരിയായി മാറി. സമ്പത്ത് കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ ഒരു സ്ത്രീയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരെ ആരോപണങ്ങൾ പറയിപ്പിച്ചു. സമ്പത്ത് നൽകി മൂസാ നബിയിൽ നിന്ന് തെറ്റ് കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ സ്ത്രീയെ പ്രേരിപ്പിച്ചു. സ്ത്രീ പറഞ്ഞു, മൂസാ നബിയിൽ നിന്ന് ഇന്നാലിന്ന തെറ്റ് കണ്ടിട്ടുണ്ട്. സ്ത്രീയെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് എന്നെ ഖാറൂൻ എന്നവർ സമ്പത്ത് നൽകി പറയിപ്പിച്ചതാണ് എന്ന് സ്ത്രീ പറഞ്ഞു. ആ ഖാറൂന് വലിയ കൊട്ടാരമുണ്ടായിരുന്നു. ആ കൊട്ടാരം ഒന്നടങ്കം ഭൂമിയിലേക്ക് താഴ്ത്തിക്കൊണ്ടാണ് ഖാറൂൻ എന്ന് പറയുന്ന ധിക്കാരിയായ അഹങ്കാരിയെ അല്ലാഹു നശിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ ആ സംഭവം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ് ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മിനൽ മുൻതസ്വിരീൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. അല്ലാഹു അല്ലാത്തവരെ സഹായിയായി അവൻ കണ്ടു. പക്ഷേ അവന്റെ വീട് താഴ്ന്നപ്പോഴും അവനെ സംരക്ഷിക്കാൻ, അവനെ കാക്കാൻ ഒരാളും കടന്നു വന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. അവന്റെ കൊട്ടാരം ഒന്നടങ്കം വലിയ കൊട്ടാരമായിരുന്നു. കൊട്ടാര ഭൂമിയിലേക്ക് ഇങ്ങനെ താഴാൻ തുടങ്ങിയപ്പോഴും അവന്റെ അഹങ്കാരത്തിന് യാതൊരു മാറ്റം ഉണ്ടായില്ല. അവസാനം ഇനി ഇതിന് രക്ഷ ലഭിക്കുകയില്ല എന്ന് കണ്ടപ്പോഴാണ് അവസാനം ഞാൻ മൂസാ നബിയിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോ അല്ലാഹു അത് സ്വീകരിച്ചില്ല എന്ന് ഇവിടെ കൃത്യമായി കാണാൻ കഴിയുന്നു. അവസാനം വരെ ഇനി ഒരു പിടിവള്ളിയില്ല എന്ന് കണ്ട സമയത്താണ് അവന്റെ അഹങ്കാരം മാറ്റിവെച്ച് മൂസാ നബിയിൽ വിശ്വസിച്ചു എന്നവൻ പറഞ്ഞത്. പക്ഷേ അപ്പോൾ അല്ലാഹു അത് സ്വീകരിച്ചില്ല എന്ന് കൃത്യമായി കാണാൻ കഴിയുന്നു. അവൻ പറഞ്ഞു, എനിക്ക് ഈ സമ്പത്തൊക്കെ കിട്ടിയത്, അവൻ പറഞ്ഞ കാര്യം പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നു. ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, എൻ്റെ അടുക്കലുള്ളതായിരിക്കുന്ന അറിവ് കാരണം, എൻ്റെ കഴിവ് കൊണ്ട് കാരണം, എൻ്റെ കഴിവ് കൊണ്ടാണ് ഈ സമ്പത്തൊക്കെ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് എന്ന വലിയ വർത്തമാനം ഖാറൂൻ പറഞ്ഞിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ധിക്കാരിയായി അഹങ്കാരിയായി വന്ന ആളാണ് ഫിറഔൻ എന്ന് പറയുന്നവർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധിക്കരിച്ചു. അഹങ്കാരിയായി അവൻ പറഞ്ഞു, അന റബ്ബുക്കുമുൽ അഅല. ഒരു മനുഷ്യനാണ് പറയുന്നത്, അല്ലാഹുവിന്റെ പടപ്പായി, അല്ലാഹുവിന്റെ അടിമയായ പടപ്പായ ഒരു മനുഷ്യൻ പറയാണ്, അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും മേലെയായ റബ്ബ്, ഞാനല്ലാത്തൊരു റബ്ബ് നിങ്ങൾക്കില്ല എന്ന അഹങ്കാരത്തിന്റെ വർത്തമാനമാണ് ഫിർഔൻ പറഞ്ഞത്. ഞാനാണ് നിങ്ങളുടെ റബ്ബ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കൃത്യമായി പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച്, അവിടുത്തെ വിശേഷണങ്ങളെ കുറിച്ച് കൃത്യമായി പ്രബോധനം നടത്തുമ്പോഴാണ് പറഞ്ഞത്, നീ പറയുന്ന റബ്ബല്ല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, ഞാനല്ലാത്ത റബ്ബ് നിങ്ങൾക്കില്ല എന്ന് ഫിർഔൻ വലിയ അഹങ്കാരിയായി ധിക്കാരിയായി പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. ആ ഫിർഔൻ എന്ന് പറയുന്നവർ അല്ലാഹു നശിപ്പിച്ചു. ഫിർഔൻ എന്നവരെ അല്ലാഹു ചെങ്കടലിൽ മുക്കിക്കൊന്നു. അഹങ്കാരത്തിന്റെ അവസാനമുണ്ടായ ഫലം അതാണ്. ധിക്കാരിയായി മൂസാ നബി അംഗീകരിക്കാതെ, മൂസാ നബിയെയും അംഗീകരിച്ചവരെയും ആക്രമിക്കാൻ വേണ്ടി തുനിഞ്ഞു. അവന്റെ അഹങ്കാരം ഉപയോഗപ്പെടുത്തി, അവന്റെ കീഴിലുള്ളതായിരിക്കുന്ന ആളുകളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മൂസാ നബിയെയും സംഘത്തെയും മൂസാ നബിയെ വിശ്വസിച്ചവരെയും ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സംഘവും ഫിർഔനിന്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി അവസാനം ചെങ്കടലിലെത്തിയപ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ ആക്രമിക്കാൻ വേണ്ടി ഫിർഔനും സംഘവും കടന്നു വരുന്ന കാഴ്ച കണ്ടപ്പോ മൂസാ നബിയുടെ സമൂഹം മൂസാ നബിയോട് പറഞ്ഞു, ഇതാ പിന്നിൽ നമ്മളെ ആക്രമിക്കാൻ, നമ്മളെ എതിർക്കാൻ, നമ്മളെ തകർക്കാൻ വേണ്ടി ഫിർഔനും സംഘവും കടന്നു വരുന്നുണ്ട്. ഈ സമയത്താണ് മൂസാ നബി പറഞ്ഞു, നിങ്ങൾ ബേജാറാവണ്ട, നമ്മുടെ കൂടെ രാജാതിരാജനായ റബ്ബുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലിൽ തന്റെ കയ്യിലുള്ള മോചനത്തിന്റെ വടി കൊണ്ടടിക്കാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ചു. ആ വടി കൊണ്ട് ചെങ്കടലിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടിച്ചു. ചെങ്കടൽ രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു. ഒരു വഴിയായി മൂസാ നബിയും വിശ്വസിച്ചവരും
ആ വഴിയിലൂടെ മറുകരയിലേക്ക് കടന്നു. ഉടൻ അല്ലാഹു പറഞ്ഞു, നിങ്ങളുടെ മുഅ്ജിസത്തിന്റെ വടി കൊണ്ട് വീണ്ടും അടിക്കണം. അപ്പോഴേത്തിനും ഫിർഔനും സംഘവും ആ വഴിയിലൂടെ കടന്ന് ഇപ്പുറത്തേക്ക് എത്താനുള്ള യാത്രയിലായിരുന്നു. ആ സമയത്താണ് മൂസാ നബി മറുകരയിലെത്തിയിട്ട് അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം കൽപ്പനപ്രകാരം ചെങ്കടലിൽ വീണ്ടും അടിക്കുന്നത്. അടിയോടുകൂടി ചെങ്കടൽ ഒഴുകാൻ തുടങ്ങി. ഫിർഔനും സംഘവും ആ ചെങ്കടലിൽ മുങ്ങി അവർ നശിച്ചുപോയി എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. ഫിർഔനിന്റെ ശരീരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോഴും സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം പിൻഗാമികളായി കടന്നു വരുന്നവർക്ക് ഒരു ധിക്കാരത്തിന്റെ അനന്തരഫലം ഇങ്ങനെയാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്ന വിധം ഫിർഔനിന്റെ ശരീരം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന് ഇവിടെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നു. ആ അഹങ്കാരിയായ ഫിർഔനിനെ, ധിക്കാരിയായ ഫിർഔനിനെ അല്ലാഹു മുക്കിക്കൊന്നു ചെങ്കടലിൽ. ഫിർഔൻ പറഞ്ഞു, തന്റെ സഹായിയായ ഹാറൂനോട് പറഞ്ഞു, എനിക്ക് നല്ലൊരു മണിമാളിക നീ ഉണ്ടാക്കണം. മൂസാ നബിയോട് മാത്രമല്ല അഹങ്കാരത്തിന്റെ വെല്ലുവിളി നടത്തിയത്, മൂസാ നബിയിൽ വിശ്വസിച്ചവരോട് മാത്രമല്ല അഹങ്കാരത്തിന്റെ വെല്ലുവിളിയും ധിക്കാരവും അധികാരവും കാണിച്ചത്. രാജാതിരാജനായ റബ്ബിനെ പോലും നേരിടാൻ വേണ്ടി അവൻ ഒരുങ്ങി. എനിക്ക് നല്ലൊരു മണിമാളിക ഉണ്ടാക്കണം, അതിലൂടെ കയറിപ്പോടി മൂസ പറയുന്ന റബ്ബിനോട് ഞാൻ നേരിടും എന്ന് ഫിർഔൻ വലിയ അഹങ്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞു. ആ അഹങ്കാരിയായ ധിക്കാരിയായ ഫിർഔനിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലിൽ മുക്കിക്കൊന്നത്. അതുപോലെ തന്നെ അഹങ്കാരിയായ ധിക്കാരിയായ ഒരാളായിരുന്നു നമ്രൂദ് എന്ന് പറയുന്നവർ. നമ്രൂദ് എന്ന് പറയുന്ന വലിയ അഹങ്കാരിയായി ധിക്കാരിയായി ലോകത്ത് ഭരണം നടത്തിയിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിൽ ഇട്ടിട്ടുണ്ട് നമ്രൂദ് എന്ന് പറയുന്ന ധിക്കാരി. ആ നമ്രൂദ് എത്രത്തോളം അവന്റെ അഹങ്കാരം, അവൻ അല്ലാഹുവുമായി യുദ്ധത്തിന് വരെ ഒരുങ്ങി തയ്യാറായി എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അവനും അവന്റെ കൂട്ടാളികളും ആകാശത്തേക്ക് അല്ലാഹുവിനെതിരെ അമ്പെയ്തപ്പോൾ അമ്പ് വിട്ടു. എവിടെയൊക്കെ പക്ഷികളെയോ എവിടെയൊക്കെ തട്ടി ചോര ഉറ്റി വീണപ്പോ അല്ലാഹുവിനും ഇബ്രാഹിം പറയുന്ന അല്ലാഹുവിനെ അമ്പെയ്തിരിക്കുന്നു, അമ്പ് ചെയ്തുകൊണ്ട് വീഴ്ത്തിയിരിക്കുന്നു എന്ന് വരെ അഹങ്കാരത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞവരാണ് നമ്രൂദും കൂട്ടാളികളും. ആ നമ്രൂദ് എന്ന് പറയുന്ന ധിക്കാരിയായി അഹങ്കാരിയായി വന്നവൻ അല്ലാഹു നശിപ്പിച്ചത് കേവലം ചെറിയ ഒരു ജീവിയെ കൊണ്ടാണ്. അതാണ് അല്ലാഹു ഒരഹങ്കാരിയെയും ധിക്കാരിയെയും ഈ ഭൂമി ലോകത്ത് വെച്ചു പൊറുപ്പിച്ചിട്ടില്ല. അവന്റെ അഹങ്കാരത്തിന് വലിയ നഷ്ടം അവൻ വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ചെറിയൊരു ജീവി, ഒരു പാറ്റ അവന്റെ മൂക്കിലൂടെ കയറുകയും അങ്ങനെ അവന്റെ തലയിൽ അതെത്തുകയും അവന്റെ തലയിൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും അങ്ങനെ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി തലയിൽ നിങ്ങൾ അടിക്കും. എന്തിനു വേണ്ടിയിട്ട്? ഈ ഈച്ച കയറി പ്രയാസപ്പെടുത്തുന്ന പ്രയാസത്തിൽ രക്ഷ കിട്ടാൻ വേണ്ടി. അങ്ങനെ ആ ഒരു ഈച്ചയെ കൊണ്ട് ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥതയിൽ, പ്രയാസത്തിൽ, ബുദ്ധിമുട്ടിലാണ് നമ്രൂദ് എന്ന് പറയുന്ന ധിക്കാരിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാഠം പഠിപ്പിച്ചത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ധിക്കാരിയായി അഹങ്കാരിയായി വന്നവരാണ് ആര്? അബൂജഹൽ എന്ന് പറയുന്നവർ. അബൂജഹലിനുണ്ടായ പ്രശ്നം എന്താണ്? ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ കാണാനും ആ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കാനും ഒക്കെ അവസരമുണ്ടായിട്ട് പോലും അബൂജഹൽ എന്ന് പറയുന്ന ധിക്കാരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്കാനും തകർക്കാനും, എന്തിനേറെ പറയണം, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാൻ വന്നപ്പോൾ നിസ്കാരത്തിന് വരെ തടസ്സം നിന്നു അഹങ്കാരിയായ ധിക്കാരിയായ അബൂജഹൽ. ആ അബൂജഹലിനെ ബദറിൽ ചെറിയ രണ്ടു മഹാന്മാരായ സ്വഹാബികളാണ് ബദറിന്റെ രണാങ്കളത്തിൽ വെച്ചുകൊണ്ട് അബൂജഹൽ എന്ന് പറയുന്ന ധിക്കാരിയുടെ അഹങ്കാരത്തിന് അവസാനം കുറിച്ചത്. ആ സമയത്തും അവൻ വലിയ അഹങ്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അബൂജഹൽ വലിയ ശക്തിയുള്ളവനാണ്, വലിയ മല്ലനാണ്. ആ അബൂജഹലിനെയാണ് ചെറിയ രണ്ട് പൈതങ്ങൾ വെട്ടിവീഴ്ത്തിയത്, അബൂജഹലിനെ കൊന്നത്. അപ്പൊ അഹങ്കാരികളായി ധിക്കാരികളായി ലോകത്ത് കടന്നു വന്ന ആരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നാൾ ഉറപ്പിച്ചിട്ടില്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നു. അഹങ്കാരം എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ അപകടമുള്ള കാര്യമാണ്.
സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവർ, അധികാരത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവർ, മക്കളുടെ പേരിൽ അഹങ്കരിക്കുന്നവർ, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുടെ മേൽ അഹങ്കരിക്കുന്നവർ, അഹങ്കാരങ്ങളൊക്കെ അതൊന്നും ഒരിക്കലും നമുക്ക് നമ്മുടെ വിജയത്തിനുള്ള വഴികളല്ല എന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫിൽ നിന്നും ഹദീസിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും കൃത്യമായി നമുക്ക് പഠിക്കാൻ കഴിയുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ. അല്ലാഹുവിന്റെ പൊരുത്തം, അല്ലാഹുവിന്റെ സ്നേഹം, അവന്റെ ഇഷ്ടമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അല്ലാഹുവിന്റെ പൊരുത്തം നേടണമെങ്കിൽ അല്ലാഹുവിനെ അംഗീകരിക്കണം, റസൂലുള്ളാഹിനെ അംഗീകരിക്കണം. കൃത്യമായി നമുക്ക് ദീനിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ പൊരുത്തം. അഹങ്കാരിയാകാതെ, അസൂയയില്ലാതെ, വഞ്ചനയില്ലാതെ, ചതിയില്ലാതെ, ധിക്കാരമില്ലാതെ, അക്രമമില്ലാതെ കൃത്യമായി നല്ലൊരു മനുഷ്യനായി അള്ളാഹുവും റസൂലിനെയും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ പൊരുത്തം, അള്ളാഹുവിന്റെ സ്നേഹം, അവന്റെ പ്രീതി നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. അള്ളാഹു പറയുന്നു, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ. അഹങ്കാരികളായി ഉള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല എന്ന് കൃത്യമായി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. മാത്രമല്ല, അഹങ്കാരിയായി മാറിയാൽ, സമ്പത്ത് കൊണ്ട് അഹങ്കാരിയായി മാറിയാൽ, സന്താനങ്ങളെ കൊണ്ട്, ജോലി കൊണ്ട്, മറ്റുള്ള കാര്യങ്ങളെ കൊണ്ട് അഹങ്കാരിയായി മാറിയാൽ ഏതൊരു അഹങ്കാരിയാകും. പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറയുന്നു, അവന്റെ എല്ലാ വർത്തമാനങ്ങളും, എല്ലാ പെരുപ്പത്തരങ്ങളും, അഹങ്കാരങ്ങളും ഒക്കെ അവൻ മരണപ്പെട്ടുകൊണ്ട് 6 അടി മണ്ണിലെത്തുന്നത് വരെയാണ് അവന്റെ അഹങ്കാരത്തിന് ആയുസ്സുള്ളൂ. ആ അഹങ്കാരത്തിന്, അക്രമത്തിന്, ധിക്കാരത്തിന് ആയുസ്സുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയ ആയുസ്, അല്ലാഹു നമുക്ക് നൽകിയ സമയങ്ങൾ, അതെല്ലാം അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ, അല്ലാഹുവിന്റെ ഇഷ്ടത്തിൽ, മുത്തനബി അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ, മുത്തനബിയെ സ്നേഹിക്കുന്ന കാര്യങ്ങളിലാണ് നമ്മുടെ ആയുസ്സും സമയവും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെലവഴിക്കേണ്ടത് എന്ന് അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഈ യാത്രയിൽ നമ്മൾ അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരടിമയാകണം. അഹങ്കാരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവരുത്. ദുന്യാവിലും നഷ്ടമാണ്, നാളെ പരലോകത്തും നഷ്ടമാണ്. അഹങ്കാരത്തിന്റെ ഒരു കണിക, ഒരംശം ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി നമ്മെ പഠിപ്പിച്ചതായി കാണാം. അത് തന്നെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, തിൽകത്താറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉൽവൻ ഫിൽ അർളി വലാ ഫസാദ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ എന്ന പരിശുദ്ധ ഖുർആനിൽ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. നാളെ പരലോകമാകുന്ന അല്ലാഹുവിന്റെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന ഇടം അത് സ്വർഗമാകുന്ന വീടാണ്. ദുന്യാവിൽ പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, കഷ്ടപ്പാടുകൾ ഉണ്ടാകും. ഇവിടെ സുഖത്തിന്റെ, ഇവിടെ ആശ്വാസം, ഇവിടെ സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള ഇടമല്ല ദുന്യാവ് എന്നുള്ളത്. കഷ്ടപ്പാടിന്റെ വീടാണ്, പ്രയാസത്തിന്റെ വീടാണ്. എന്നാൽ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഇടം അത് പരലോകമാകുന്ന, സ്വർഗമാകുന്ന വീടാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, തിൽകത്താറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉൽവൻ ഫിൽ അർളി വലാ ഫസാദ. പരലോകമാകുന്ന വീടിനെ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് ദുന്യാവിൽ അല്ലാഹുവിന്റെ അടിമകളായി പടച്ചുവിട്ട നമ്മൾ അഹങ്കാരികളാകാതെ, ഫിത്നക്കാരാവാതെ, കുഴപ്പക്കാരാകാതെ കൃത്യമായി അല്ലാഹുവിനനുസരിച്ചുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമേ നാളത്തെ പരലോകമാകുന്ന, നാളത്തെ സ്വർഗം നമുക്ക് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. അവസാന വിജയം, അവസാനത്തെ വിജയം എന്നുള്ളത് അത് അവസാനത്തെ പോയിന്റ്, അവസാനത്തെ വിജയത്തിന്റെ നിദാനം എന്ന് പറയുന്നത് തഖ്വയാണ്. തഖ്വയിൽ അടിയുറച്ചുകൊണ്ട് ജീവിച്ചാൽ, അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട്, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെല്ലാം കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, അവസാന വിജയം മുത്തഖീങ്ങൾക്കാണ് എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അഹങ്കാരികൾക്ക്, ധിക്കാരികൾക്ക്, അസൂയ കാണിക്കുന്നവർക്ക്, വഞ്ചകർക്ക് എല്ലാവർക്കും അവസാനം പരാജയമാണ്. അങ്ങനെയാണ് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വലിയ അഹങ്കാരികളായി, ധിക്കാരികളായി ലോകം മുഴുവൻ അടക്കി ഭരിക്കാമെന്ന് കരുതിയവരെ പോലും
അല്ലാഹു സുബ്ഹാനഹു വ തആല പാഠം പഠിപ്പിച്ച ചരിത്രമാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അഹങ്കാരം എന്നുള്ളത് മനുഷ്യരായ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ലാത്ത വലിയ ഒരു കാര്യമാണ്, വലിയൊരു വിപത്താണ്. നമ്മുടെ ആഖിറം നഷ്ടപ്പെടുന്ന, നമ്മുടെ ഈമാൻ നഷ്ടമാകുന്ന, നാളെ പരലോകത്ത് പരാജയപ്പെടുന്ന വലിയ ഒരു ഗൗരവമുള്ള വിഷയമാണ് അഹങ്കാരം എന്നുള്ളത്. അല്ലാഹുവിനെ വിനയം ചെയ്താൽ, അല്ലാഹുവിന് വേണ്ടി താഴ്മ ചെയ്താൽ അവർ അല്ലാഹു ഉയർത്തി കൊണ്ടുപോകും. അഹങ്കാരികൾ അല്ലാഹു അടിച്ചമർത്തി താഴ്ത്തുമ്പോൾ അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്നവരെ അള്ളാഹു ഉയർത്തി കൊണ്ടുപോകുമെന്ന് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഉയർച്ചയാണ് നമുക്ക് വേണ്ടത്. വിനയമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. വിനയമാണ് നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടാവേണ്ടത്, സംസാരങ്ങളിൽ ഉണ്ടാവേണ്ടത്, ഇടപെടലുകളിൽ ഉണ്ടാവേണ്ടത്, എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടത് വിനയം. പ്രായമുള്ളവരോട് വിനയം, കുട്ടികളോട് വിനയം, എല്ലാവരോടും നല്ല രീതിയിൽ വിനയത്തോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ ഇടപെടാനും പെരുമാറാനും നമുക്ക് സാധിക്കുമ്പോൾ നാളെ റബ്ബിന്റെ മുമ്പിൽ വിജയിക്കാൻ കഴിയും. അഹങ്കാരികൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരം എന്ന് പറയുന്ന ദുഷിച്ച സ്വഭാവത്തിൽ നമ്മെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകിച്ച് ഓർമ്മ